ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതരുടെ പങ്കില്ലാതെ കഴിയില്ല. നിലവിൽ പ്രതികളായവർക്ക് മുകളിലുള്ള വൻ തോക്കുകളെ വിട്ടുകളയരുതെന്നും അവരിലേക്ക് അന്വേഷണം നീളണമെന്നും ജസ്റ്റിസ് എ ബദറുദ്ദീൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ശബരിമലയിൽ ഇത്ര വലിയ കൊള്ള നടക്കണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാ ഒത്താശയും ഉണ്ടായിരിക്കണമെന്ന് തന്നെ പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് ഹൈക്കോടതി. ഇപ്പോൾ 18ാം പടിയിൽ തലതല്ലുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സ്വർണ്ണക്കൊള്ളയിൽ വരും ദിവസങ്ങൾ സർക്കാരിനും CPM-നും അതിനിർണായകം. ഇത്രയും ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് പിടിച്ചു നിന്നു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പിണറായി കൂട്ടർ. കോടതി റിമാൻഡ് കാലാവധി നീട്ടി വീണ്ടും അഴിക്കുള്ളിലാക്കിയതിന്റെ മുറുമുറുപ്പിലാണ് പത്മകുമാർ. ഇനിയും അകത്ത് കിടക്കാൻ വയ്യെന്ന നിലപാടിൽ വാസു. CPM-ന്റെ വാസു സഖാവ് ബോംബ് പൊട്ടിക്കുമോ എന്ന ഭയത്തിൽ CPM. സ്വർണ്ണപ്പാളി അഴിച്ചെടുക്കുന്നതിൽ മാത്രമല്ല കടത്തിൽ പത്മകുമാറിന് പങ്കുണ്ടെന്ന് SIT കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. വാസുവിനും കടത്തിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ CPM-ലെ ഉന്നതന്മാർക്കും അയ്യപ്പന്റെ പൊന്ന് കടത്തിയതിൽ പങ്കുണ്ടെന്ന് ഉറപ്പാകും. ആ പേരുകൾ വാസു പറയുമോ എന്ന ഭയം CPM-നെ വേട്ടയാടുന്നു. ഇന്ന് വാസുവിന്റെ റിമാൻഡ് കാലാവധി അവസാനിക്കുകയാണ്. വീണ്ടും റിമാൻഡ് നീട്ടിയാൽ വാസുവിന് കലി കയറും. 2 തവണയാണ് വാസുവിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി കീറിയെറിഞ്ഞത്. ജയിലിൽ കിടന്ന് സമനില തെറ്റി നിൽക്കുന്ന വാസു തെറ്റുകൾ സമ്മതിച്ച് ഉന്നതന്മാരുടെ പേര് പറഞ്ഞ് മാപ്പ് സാക്ഷിയാകാൻ ശ്രമിച്ചാൽ CPM ചത്തു മലക്കും. സെല്ലിൽ ഒരു കട്ടിലും ഫാനും റെഡിയാക്കി കൊടുത്തതുകൊണ്ട് വാസു മെരുങ്ങിയെന്ന് CPM കരുതണ്ട. പാർട്ടിക്ക് തലയ്ക്ക് മുകളിൽ ശനിയാണ് വാസു അണ്ണൻ. ശബരിമല കൊള്ളയിൽ തുടരെ സർക്കാരിന് തിരിച്ചടി. ദേവസ്വം മുൻ സെക്രട്ടറി S ജയശ്രീയെ SIT ചോദ്യം ചെയ്യും. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതോടെയാണ് ജയശ്രീയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് SITയുടെ നിഗമനം. ജയശ്രീയുടെ ആരോഗ്യസ്ഥിതി ചോദ്യം ചെയ്യലിന് തടസ്സമാകില്ലെന്നാണ് വിലയിരുത്തൽ. ദ്വാരപാലക പാളികൾ കടത്തിയ കേസിലാണ് ചോദ്യം ചെയ്യുക. ദ്വാരപാലക പാളി കേസിൽ 4ാം പ്രതിയാണ് S ജയശ്രീ. ബോർഡ് മുൻ സെക്രട്ടറിയായ ജയശ്രീ മിനിറ്റ്സിൽ തിരുത്തൽ വരുത്തിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ചോദ്യം ചെയ്ത ശേഷം ജയശ്രീയെ ഉടൻ അറസ്റ്റ് ചെയ്തേക്കാനും നീക്കം ഉണ്ട്. പാളികൾ കൊടുത്തുവിടാനുള്ള ദേവസ്വം ബോർഡ് മിനിറ്റ്സിലാണ് ജയശ്രീ തിരുത്തൽ വരുത്തിയത്. ചെമ്പ് പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടണം എന്നായിരുന്നു ജയശ്രീ മിനിറ്റ്സിൽ എഴുതിയത്. സ്വർണ്ണക്കൊള്ള സംഘത്തിലെ ഏക വനിതയാണ് S ജയശ്രീ. കേസിൽ ജയശ്രീ നിർണായക കണ്ണിയാണെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. ക്ഷേത്രം വക വസ്തുക്കളുടെ കസ്റ്റോഡിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ദേവസ്വം സെക്രട്ടറി ചീഫ് അഡ്മിനിസ്ട്രേറ്ററാണ്. ആ ചുമതല കൂടി വഹിച്ചിരുന്നയാളാണ് ജയശ്രീ. അതുകൊണ്ട് തന്നെ കൊള്ളയിൽ ഇവർക്കും പങ്കുണ്ടെന്ന് SIT സമർത്ഥിക്കുന്നു. അതുകൊണ്ട് തന്നെ ക്ഷേത്രവക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജയശ്രീക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നാണ് SIT പറയുന്നത്. 35 വർഷത്തെ സർവീസ് ഉള്ളയാളാണ് ജയശ്രീ. ഗൂഢാലോചനയിൽ പങ്കുള്ളതുകൊണ്ടാണ് സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയിട്ട് പോലും അത് തിരുത്താൻ ജയശ്രീ തയ്യാറായില്ലെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത്. SIT പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട്. തിങ്കളാഴ്ച കോടതിയെ സമീപിക്കാനാണ് നീക്കം. സ്വർണ്ണക്കൊള്ള കേസിൽ N വാസുവും മുരാരി ബാബുവും ജാമ്യം തേടി ഹൈക്കോടതിയെ വീണ്ടും സമീപിക്കും. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനും CPM-നും ദേവസ്വം ബോർഡിനും മേലെ വലിയ ഒരു നീക്കത്തിലേക്ക് ഹൈക്കോടതി കടന്നിരിക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. കേസിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് പങ്കുണ്ടെന്ന് ഹൈക്കോടതി വിശദീകരിക്കുമ്പോൾ ഇനിയും ഒരുപാട് അറസ്റ്റുകൾ ഉണ്ടാകാനുണ്ട് എന്ന് തന്നെ വ്യക്തമാണ്. ഹൈക്കോടതി തന്നെ ഇതെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾ സർക്കാരിനെതിരെ തിരിയുകയാണ്. അതായത് ഈ കൊള്ളയിൽ ഈ CPM-ലെ പല ഉന്നതർക്കും പങ്കുണ്ടെന്ന് ജനങ്ങൾ വിശ്വസിക്കുകയാണ്. ഈ അറസ്റ്റുകൾ ഉടൻ ഉണ്ടാകുമോ എന്നതാണ് ഉയർന്ന ചോദ്യം. ദേവസ്വം ബെഞ്ച് 1 മാസത്തേക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന് കാലാവധി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ അതിനുശേഷവും വലിയ ഒരു വേഗത അന്വേഷണങ്ങളിൽ കാണാനില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെ കടുത്ത നടപടികൾ ഒഴിവാക്കാൻ ചില കേന്ദ്രങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോകണമെങ്കിൽ ദേവസ്വം ബോർഡ് ഉന്നതരുടെ പങ്കില്ലാതെ കഴിയില്ല എന്ന് ഹൈക്കോടതി പറയുമ്പോൾ അവിടെയാണ് സർക്കാരിന് അടിപതറുന്നത്. അതായത് ഇതെല്ലാം ജനങ്ങൾക്ക് മുൻപിലേക്ക് എത്തുകയാണ് ഹൈക്കോടതിയുടെ വാക്കുകൾ. ആ വാക്കുകൾക്ക് മൂർച്ച കൂടുന്നുണ്ട്. അതുകൊണ്ട് CPM-ന്റെ ചോരയും പൊടിയുന്നുണ്ട്. ശബരിമല കൊള്ളയിൽ വൻ തോക്കുകൾ ഉണ്ടെന്ന് ഹൈക്കോടതിയുടെ വായിൽ നിന്ന് തന്നെ വന്നിരിക്കുന്നു. അവരെ വിട്ടുകളയരുതെന്നും അവരിലേക്ക് അന്വേഷണം പോകണമെന്നും തൂക്കി അകത്തിടണമെന്നും ജഡ്ജി തന്നെ പറയുന്നതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം ചങ്കത്ത് കുത്തുകിട്ടിയത്.
ശബരിമല കൊള്ളയിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർ, അതായത് ദേവസ്വം ബോർഡിൽ ഉള്ളവർ CPM-കാരാണ്. ഇവർക്ക് വ്യക്തമായ പങ്കുണ്ട്, അതിന് വ്യക്തമായ തെളിവുണ്ടെന്ന് മനസ്സിലാക്കിയുള്ള നിരീക്ഷണമാണ് ഹൈക്കോടതി നടത്തിയിരിക്കുന്നത്. പക്ഷേ കുറച്ച് ദിവസമായി പ്രത്യേക അന്വേഷണ സംഘം ഒന്നും കാര്യമായി ചെയ്യുന്നില്ല എന്ന ഒരു വാദവും ശക്തമാണ്. ഇതുവരെ പ്രതി ചേർത്തവർക്ക് അപ്പുറം ആളുകൾ ഉണ്ട് എന്ന് കോടതി പറയുമ്പോൾ അവരുടെ അറസ്റ്റുകൾ എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന ചോദ്യം ശക്തമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സ്ഥിരമായി ബന്ധമുള്ളവരിലേക്കും നിരന്തര സമ്പർക്കം പുലർത്തുന്നവരിലേക്കും അന്വേഷണം നീളണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഇത് പോലീസ് അനുസരിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. പോറ്റി ശബരിമല സന്നിധാനത്ത് വലിയ പ്രഭാവലയത്തിൽ അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തോടെയാണ് വിലസിയതെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. ഈ വലിയ സ്വാതന്ത്ര്യം ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് എന്നതിലേക്ക് അന്വേഷണം വേണമെന്നും കോടതി കട്ടായം ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്താൻ വലിയ തോക്കുകളുടെ പിന്തുണയില്ലാതെ സാധ്യമല്ല എന്ന് കൂടി പറയുമ്പോൾ അവിടെയാണ് CPM-ന് അടിപതറിയിരിക്കുന്നത്. അതായത് കോടതി വ്യക്തമായി CPM-ലെ പല ഉന്നതരിലേക്കും വിരൽ ചൂണ്ടുകയാണ്. കോടതിക്ക് ഈ കാര്യത്തിൽ ഉത്തമ ബോധ്യമുണ്ട്. ദേവസ്വം ബോർഡിൽ ഇരിക്കുന്നവരുടെ പല നിയമനങ്ങളും, അതായത് പല ഉദ്യോഗസ്ഥരുടെയും നിയമനം, അത് CPM ഇടപെട്ടുകൊണ്ട് തന്നെയാണ്. അവരുടെ പിൻവാതിൽ നിയമനമാണ് ദേവസ്വം ബോർഡിൽ ഏറ്റവും കൂടുതൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിയമനങ്ങളെല്ലാം അവിടെ ഒരു കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള കളികളായിരുന്നോ എന്ന സംശയം ഹൈക്കോടതിക്കും കൃത്യമായുണ്ട്. 2019 തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വർണം വീണ്ടും പൂശുന്നതിനായി പാളുകൾ എടുക്കാൻ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം എടുത്തപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്നത്തെ ദേവസ്വം ബോർഡ് സെക്രട്ടറി ആയിരുന്ന S. ജയശ്രീ ഈ തീരുമാനം ഉത്തരവായി പുറത്തിറക്കിയപ്പോഴാണ് സ്വർണം പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാൻ തീരുമാനമായത്. അതായത് വീണ്ടും ഇവർ പോറ്റിയെ ഉപയോഗിച്ചു എന്നുള്ളതാണ് വ്യക്തം. ഇത് ഉന്നതരുടെ സഹായത്തോടെ പോറ്റിക്കുണ്ടായ വലിയ സ്വാധീനം വ്യക്തമാക്കുന്നതായി കോടതി പോലും നിരീക്ഷിക്കുന്നു. ഈ ചോദ്യങ്ങളാണ് സർക്കാരിനെയും CPM-നെയും ഒക്കെ തീച്ചൂളയിൽ നിർത്തുന്നത്. എത്ര രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കൊണ്ട് കളം നിറയ്ക്കാൻ ശ്രമിച്ചാലും ശബരിമലയിൽ അതെല്ലാം തിരിച്ചടിയാകുന്ന ഒരു കാഴ്ചയാണ്. അതായത് ശബരിമല വിഷയം ഇവിടുത്തെ വിശ്വാസികൾ വ്യക്തമായി തന്നെ ഓരോ നിരീക്ഷണവും കോടതിയുടെ ഓരോ വാദങ്ങളും അവർ കൃത്യമായി നോക്കുന്നുണ്ട്, അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നുണ്ട്. ഇതാണ് CPM-ന് തിരിച്ചടിയാകുന്നത്. ഏതെങ്കിലും ഒരു കേന്ദ്ര ഏജൻസി ആയിരുന്നു അന്വേഷണം നടത്തുന്നതെങ്കിൽ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറയാമായിരുന്നു. പക്ഷെ ഇവിടെ ഹൈക്കോടതിയാണ്, ഹൈക്കോടതി നിയമിച്ച SIT ആണ് അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ അട്ടിമറിയുണ്ട്, തങ്ങളെ രാഷ്ട്രീയമായി വെട്ടാനുള്ള നീക്കം ഇതിന് പിന്നിൽ നടക്കുന്നു എന്നൊന്നും പറഞ്ഞ് കൈ കഴുകാൻ CPM-ന് കഴിയില്ല. ഇതിനിടെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള ബന്ധത്തിന്റെ എല്ലാ തെളിവുകളും തന്റെ പക്കലുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവർത്തിച്ചു പറയുന്നു. കൊള്ളക്കാരുടെ സർക്കാരാണ് ഭരിക്കുന്നതെന്ന് കാലം തെളിയിച്ചു. വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ഇന്ന് കേരളം നമ്പർ 1.